അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ പകുതിയോളം ദിവസങ്ങൾ നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുന്ന ദാസന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പരസ്യ പ്രബോധനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പ്രതികരണങ്ങളുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ വിശദീകരിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം അത് ദൈവികമാണ്, സത്യമാണ് എന്നൊരു ആന്തരിക ബോധം മക്കയിലെ ഇസ്ലാമിനെ എതിർത്തിരുന്ന പല ആളുകളുടെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ സംശയിച്ച ആളുകളല്ല. ചെറുപ്പം മുതൽ തന്നെ സത്യസന്ധതയും വിശ്വാസ്യതയും കൊണ്ട് പ്രസിദ്ധനായ വ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ട് തന്നെ ഏറെ വിശ്വസ്തൻ എന്ന അർത്ഥം വരുന്ന അൽ അമീൻ എന്ന പേരിലാണ് മക്കയിൽ മുമ്പൊക്കെ പ്രവാചകൻ വിളിക്കപ്പെട്ടത്. ഒരു കള്ളനും ഒരു വഞ്ചകനും ഒരിക്കലും ആ പേര് ജനങ്ങൾ നൽകുകയില്ല. അതുകൊണ്ട് തന്നെ മക്കക്കാരായ ആളുകളുടെ പ്രശ്നം അത് പ്രവാചകത്വത്തിൻ്റെ സന്ദേശവാഹകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യതയിലല്ല. അവർ പ്രകോപിതരായ കാര്യം മറിച്ച് അവരുടെ പ്രശ്നം അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തിലായിരുന്നു. അവർ ആരാധിക്കുന്ന ദൈവങ്ങളെ ഒഴിവാക്കണമെന്ന സന്ദേശം, അതിനെയാണ് അവർ പ്രകോപിതരായിക്കൊണ്ട് നിരസിച്ചത്. ഈ ഒരു നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴടങ്ങാൻ അവർ തയ്യാറാകാത്തത് കൊണ്ടാണ് അവർ പ്രവാചകനോട് എതിർത്ത് നിൽക്കാൻ തീരുമാനിച്ചത്. കാരണം പ്രവാചകൻ്റെ സന്ദേശം അവരുടെ ജീവിത രീതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അവരുടെ പൂർവ്വപിതാക്കന്മാരിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ പാരമ്പര്യത്തെ അന്തിമ സത്യമായി കരുതിക്കൊണ്ട് ഞങ്ങൾ കണ്ടത് ഇതാണ്, ഞങ്ങൾ പിൻപറ്റുന്നത് ഇതാണ് എന്ന അന്ധമായ ഒരു അനുകരണം അവരുടെ ചിന്തയെ പൂട്ടിക്കെട്ടിയിരുന്നു. ഇതൊക്കെ സമ്മതിക്കുകയാണ് എങ്കിൽ സ്വന്തം തെറ്റുകൾ സമ്മതിക്കേണ്ട അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. നാളിതുവരെയുള്ള അവരുടെ ജീവിത രീതി മാറ്റേണ്ടി വരും. സ്വാർത്ഥ താല്പര്യങ്ങളെ വിട്ടുകൊടുക്കേണ്ടി വരും. അത് അവർ ഭയപ്പെട്ട വിഷയമായിരുന്നു. സത്യം അറിയുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് എങ്കിൽ സത്യത്തിന് മനസ്സ് കീഴൊതുങ്ങുക എന്ന് പറയുന്നത് അത് മറ്റൊരു കാര്യമാണ്. മക്കയിലെ പ്രവാചകൻ്റെ എതിരാളികൾക്ക് ആദ്യം പറഞ്ഞ സത്യം അറിയുക എന്ന കാര്യം അവരിലുണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത് പറഞ്ഞ ആ സത്യത്തിന് കീഴൊതുങ്ങുവാനുള്ള മാനസിക ധൈര്യം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ഈ ഒരു വിഷയത്തിൽ അങ്ങേയറ്റത്തെ ഒരു വിഷമം പ്രവാചകൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രവാചകൻ്റെ ആ മാനസികാവസ്ഥയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്ത് അൻആമിലെ 33-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞു, ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുകല്ലദീ യഖൂലൂൻ. നബിയെ, അവർ പറയുന്നത് നിനക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഫഇന്നഹും ലാ യുകദ്ദിബൂനക. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല അവർ നിഷേധിക്കുന്നത്. വലാകിന്ന ളാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികളായ ആളുകൾ നിഷേധിക്കുന്നത് എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കള്ളനാണ് എന്ന് ഹൃദയത്തിൽ അവർ സ്വയം കരുതിയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം അവരുടെ ജീവിതക്രമത്തെയും സാമൂഹിക ആധിപത്യത്തെയും ഒക്കെ തകർക്കുമെന്ന ഒരു ഭയം അവർ ശരിക്കും മാനസികമായി ബാധിച്ചിരുന്നു. അതുകൊണ്ട് അവർ പ്രവാചകനെ ശക്തമായി എതിർത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവരുടെ ആരാധനാ വസ്തുക്കളുടെ ന്യൂനതകൾ തുറന്നു പറഞ്ഞു. ബഹുദൈവ ആരാധനയുടെ നിരർത്ഥതകൾ അദ്ദേഹം എണ്ണി വെളിപ്പെടുത്തി. അതാണ് ഖുറൈശികളുടെ എതിർപ്പുകൾ വളരെ ശക്തമായി പ്രവാചകന് നേരെ തിരിയാൻ കാരണം. ഈ സന്ദർഭത്തിലെല്ലാം പ്രവാചകന് തൻ്റെ കുടുംബത്തിൽ നിന്ന് അബൂ താലിബ് കൂടെ നിന്ന് സഹായിച്ചു, അദ്ദേഹത്തെ സംരക്ഷിച്ചു. പ്രവാചകനെ അക്രമികൾക്ക് കൈമാറിക്കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ
ഒടുവിൽ ഖുറൈശികളിൽപ്പെട്ട പ്രമുഖർ ഒത്തുകൂടി അബൂ താലിബിൻ്റെ അടുക്കലെത്തി. ഉത്തുബത്ത്, ഷെയ്ബത്ത്, അബൂ സുഫിയാൻ, അബൂ ജഹൽ, വലീദ് ബിൻ മുഗീറ, അങ്ങനെ ഖുറൈശികളിലെ ശക്തരായ പ്രമുഖരായ നേതാക്കന്മാരാണ് അവിടേക്ക് എത്തിയത്. അവർ അബൂ താലിബിനോട് പരാതിപ്പെട്ടു, താങ്കളുടെ സഹോദരപുത്രൻ ഞങ്ങളുടെ ദൈവങ്ങളെ അപമാനിക്കുന്നുണ്ട്, ഞങ്ങളുടെ മതത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കൾ വഴിതെറ്റിയവരാണ് എന്ന് പറയുന്നുണ്ട്. താങ്കൾ അവനെ തടയണം, അല്ലെങ്കിൽ ഞങ്ങൾക്കും താങ്കൾക്കും ഇടയിൽ ഒരു നിലപാട് തിരഞ്ഞെടുക്കണം. സഹോദരങ്ങളെ, ഇതൊരു സാമൂഹിക സമ്മർദ്ദമായിരുന്നു. ഒരു ബന്ധുവിനോടുള്ള സ്നേഹവും ഒരു ഗോത്രത്തോടുള്ള ബാധ്യതയുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുറൈശികളിലെ പ്രമുഖർ അബൂ ത്വാലിബിനോട് സംസാരിച്ചു. അബൂ താലിബ് മാന്യമായ ഭാഷയിൽ അവരെ പിരിച്ചുവിട്ടു. സംഘർഷം ഉടൻ പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ വിവേകത്തോടുകൂടി അദ്ദേഹം പ്രതികരിച്ചു. പക്ഷേ സംഘർഷത്തിൻ്റെ വിത്ത് ഇതിനകം വിതച്ചു കഴിഞ്ഞിരുന്നു. അവർ പ്രവാചകന് നേരെ തിരിയാൻ തീരുമാനിച്ചു. സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ മഹിമയും മനുഷ്യൻ്റെ അഹങ്കാരവും നേർക്കുനേർ വന്ന ഒരു നിർണായക ചരിത്ര സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഖുറൈശികളിൽപ്പെട്ട വലീദ് ബിൻ മുഗീറ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം അദ്ദേഹത്തിന് ഖുർആൻ ഓതിക്കേൾപ്പിച്ചു കൊടുത്തു. ആ ഓതിക്കേൾപ്പിച്ച സൂക്തങ്ങൾ കേട്ടപ്പോൾ വലീദിൻ്റെ ഹൃദയം ഒന്ന് അതിലേക്ക് ലയിച്ചു. സത്യത്തിൻ്റെ മാധുര്യം അയാൾക്ക് ശരിക്കും അനുഭവിക്കാൻ സാധിച്ചു. ഈ കാര്യങ്ങളെല്ലാം പിന്നീട് കേട്ടറിഞ്ഞ അബൂജഹൽ ഉടനെ തന്നെ വലീദിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ജനങ്ങൾ നിനക്കായി പണം ശേഖരിക്കുകയാണ് എന്ന്. അന്നേരം വലീദ് ചോദിച്ചു, എന്തിനാണ് ആ പണം ശേഖരിക്കുന്നത്? അബൂജഹൽ അതിന് മറുപടി പറഞ്ഞു, നീ മുഹമ്മദിൻ്റെ അടുക്കൽ പോയി എന്ന് ഞങ്ങൾ അറിഞ്ഞു, അതിന് പകരമായി നിനക്ക് നൽകാൻ വേണ്ടിയാണ് ഞങ്ങൾ പണം ശേഖരിക്കുന്നത് എന്ന്. ഇത് ഒരു പരിഹാസവും അതുപോലെ തന്നെ പ്രകടമായ ഒരു സമ്മർദ്ദവുമായിരുന്നു. വലീദ് അത് കേട്ട മാത്രയിൽ തന്നെ മറുപടി പറഞ്ഞു, ഖുറൈശികളിൽ ഞാൻ ഏറെ സമ്പന്നനാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. മാത്രമല്ല, എന്നേക്കാൾ കവിത അറിയുന്നവൻ നിങ്ങളിൽ വേറെ ആരാണ് ഈ മക്കയിലുള്ളത്? താളങ്ങളും ഈണങ്ങളും എനിക്ക് കൃത്യമായിട്ടറിയാം. കവിതകളുടെ ഓരോ വകഭേദങ്ങളും എനിക്ക് നിങ്ങളെക്കാളും നന്നായി അറിയാം. എന്നാൽ മുഹമ്മദ് വായിച്ചത് ഇതൊന്നുമല്ല. ആ വാക്കുകൾക്ക് മാധുര്യമുണ്ട്, അതിനൊഴുക്കുണ്ട്, അത് ഇനിയും ഉയരുക തന്നെ ചെയ്യും. അതിൻ്റെ മുകളിൽ ഒന്നും ഉയരുകയില്ല, അതിൻ്റെ കീഴിലുള്ള എല്ലാം അത് തകർത്ത് കളയുമെന്ന്. സഹോദരങ്ങളെ, ഇത് പ്രവാചകനെ എതിർത്തിരുന്ന ഒരു അവിശ്വാസിയായ ഒരു വ്യക്തിയുടെ അഭിപ്രായമായി പരിശുദ്ധ ഖുർആനിൽ ലഭിച്ച ഒരു സാക്ഷ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ വലീദിൻ്റെ ആ വാക്കുകൾ കേട്ടിട്ടും അബൂജഹൽ ആ വലീദിനെ വെറുതെ വിട്ടില്ല. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിനെതിരെ ഒന്നും പറയാതെ നിൻ്റെ ജനങ്ങൾ നിന്നിൽ നിന്ന് ഒരിക്കലും തൃപ്തരാവുകയില്ല. അന്നേരം വലീദ് പറഞ്ഞു, എനിക്ക് ചിന്തിക്കാൻ അല്പം സമയം വേണം. അങ്ങനെ അയാൾ ചിന്തിച്ചു. അയാൾ കണക്കുകൂട്ടി, സത്യം അംഗീകരിക്കുകയാണ് എങ്കിൽ സമൂഹത്തിൽ എനിക്ക് എന്തു സംഭവിക്കും? സ്ഥാനം നഷ്ടമാകും, എൻ്റെ പ്രഭാവം നഷ്ടമാകും, ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്വഭാവം മാറിപ്പോകും. അതുകൊണ്ട് അവസാനം വലീദ് പറഞ്ഞു, മുഹമ്മദ് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ വാക്കാണ്, എന്തോ ഒരു ആഭിചാരമാണ്. ഇതാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ്റെ ദുരന്തമെന്ന് പറയുന്നത്. വലീദിൻ്റെ ഹൃദയം സത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാളുടെ അഹങ്കാരം അതിനെ നിഷേധിച്ച് കളയുകയാണ് ചെയ്തത്. ഈ സംഭവത്തെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 74-ാമത്തെ അധ്യായമായ സൂറത്ത് മുദ്ദസിറിലെ ഏതാനും സൂക്തങ്ങൾ അവതരിപ്പിച്ചു. അതിൽ 11 മുതൽ 25 വരെയുള്ള സൂക്തങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദർനി വമൻ ഖലഖ്തു വഹീദ, എന്നെയും ഞാൻ ഏകനായി സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കി ഒരുവനെയും അങ്ങ് വിട്ടേക്കുക. വജഅൽതു ലഹു മാലം മംദൂദ, അവന് ധാരാളമായി അയച്ചിട്ട് കൊടുക്കപ്പെട്ട ധനവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. വബനീന ശുഹൂദ, സന്നദ്ധരായ കുറേ പുത്രന്മാരെയും കൊടുത്തിരിക്കുന്നു. വമഹത്തു ലഹു തംഹീദ, ഞാൻ അവന് ഒരു നല്ല സൗകര്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. സുമ്മ യത്മഉ അൻ അസീദ്, പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചു കൊണ്ടുമിരിക്കുന്നു. വേണ്ട, അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരനായിരിക്കുന്നു. സഉർഹിഖുഹു സഊദ, ഞാൻ അവനെ കയറ്റം കയറുവാൻ, ഞെരുക്കം അനുഭവിക്കുവാൻ വഴിയെ നിർബന്ധിക്കുന്നതാണ്.
ഇന്നഹു ഫക്കറ വഖദ്ദർ, കാരണം അവൻ ചിന്തിച്ചു, ഒരു രൂപം കണക്കാക്കുകയും ചെയ്തു. ഫഖുത്തില കൈഫ ഖദ്ദർ, അതിനാൽ അവൻ കൊല്ലപ്പെടട്ടെ. എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്? സുമ്മ ഖുത്തില കൈഫ ഖദ്ദർ, പിന്നെയും അവൻ കൊല്ലപ്പെടട്ടെ അഥവാ നശിക്കട്ടെ. എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്? സുമ്മ നളറ, പിന്നീട് അവനൊന്ന് നോക്കി. സുമ്മ അബസ വബസറ, പിന്നെ അവൻ മുഖം ചുളിക്കുകയും ഇറുകി ചുളുങ്ങുകയും ചെയ്തു. സുമ്മ അദ്ബറ വസ്തക്ബറ, പിന്നെ അവൻ പിന്നോട്ട് മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റും യുസർ, എന്നിട്ട് പറഞ്ഞു, ഇത് പ്രമാണിച്ച് പറയപ്പെടുന്ന സിഹർ അല്ലാതെ മറ്റൊന്നുമല്ല, മറ്റാരിൽ നിന്നോ കേട്ട് ഉദ്ധരിക്കപ്പെടുന്ന മാരണം മാത്രമാണ് ഈ ഖുർആൻ. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബഷർ, ഇത് മനുഷ്യൻ്റെ വാക്കല്ലാതെ വേറൊന്നും അല്ല എന്ന്. സഹോദരങ്ങളെ, വലീദിൻ്റെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, സത്യം എന്താണ് എന്ന് തിരിച്ചറിയാത്തതല്ല വലീദിൻ്റെ പ്രശ്നം. സത്യം എന്താണ് എന്ന് അറിഞ്ഞ് അതിന് കീഴൊതുങ്ങാത്തതാണ് അയാളുടെ പ്രശ്നം. സമ്പത്തിൻ്റെ അഹങ്കാരം കൊണ്ട്, സ്ഥാനമാനം സമൂഹത്തിൽ നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട്, ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ദൈവിക വചനത്തെ മറന്നു കളയാൻ സ്വയം തീരുമാനിക്കുകയാണ് അയാൾ ചെയ്തത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉയർന്നതാണ്, അത് ഉയരുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധന പ്രവർത്തനം ഒരു നിമിഷം പോലും നിർത്തിവച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ തുറന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നു. ഭയമില്ലാതെ, വിട്ടുവീഴ്ചയില്ലാതെ, ഉറച്ച നിലപാടോടുകൂടി അദ്ദേഹം മുന്നേറി. ഇതിനിടയിൽ ഹജ്ജിൻ്റെ കാലം അടുത്തു വന്നു. അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗോത്രങ്ങളും കുടുംബങ്ങളും വ്യാപാരികളും കവികളും എല്ലാവരും മക്കയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സമയമാണ് അത്. ആത്മീയമായും സാമൂഹികമായും രാഷ്ട്രീയമായും അതീവ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം. മക്കയുടെ അതിരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സന്ദേശം ഈ ദിവസങ്ങളിൽ മുഴുവൻ അറേബ്യയിലേക്കും പടരാൻ കഴിയുമെന്ന തിരിച്ചറിവ് ഖുറൈശികൾക്കന്നുണ്ടായി. അവർക്ക് അങ്ങനെ ഒരു ഭയം മനസ്സിൽ തോന്നി. മക്കയിലേക്ക് ഹജ്ജിന് വരുന്നവർ മുഹമ്മദിനെ കണ്ടാൽ, അവരെങ്ങാനും മുഹമ്മദിൻ്റെ വാക്കുകൾ നേരിട്ട് കേട്ടാൽ അതെല്ലാം അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കാരണമാകും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അതെല്ലാം കൃത്യമായി ഖുറൈശികൾക്കറിയാമായിരുന്നു. വർഷങ്ങളോളം അൽ അമീൻ എന്ന് വിളിച്ച നാവുകൊണ്ട് ഒരൊറ്റ ദിവസം അദ്ദേഹത്തെ കള്ളനായി ചിത്രീകരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഖുറൈശികൾക്ക് തോന്നി. പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ തകർക്കാൻ അവരുടെ കയ്യിൽ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ അവർ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് ഒരു തന്ത്രം തിരഞ്ഞെടുത്തു. മുഹമ്മദ് ഒരു സാഹിറാണ്, മാരണക്കാരനാണ് എന്ന് പറയാം. അവൻ്റെ വാക്കുകൾ ആളുകളെ മയക്കുന്നതാണ് എന്ന് പ്രചരിപ്പിക്കാം. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വികാര പ്രകടനമല്ല, മറിച്ച് സംഘടിതമായ ഒരു പ്രചാരണ ആയുധവുമായി അവർ തെരഞ്ഞെടുത്ത ഒന്നായിരുന്നു ഇത്. ഒരേ ആരോപണം, ഒരേ ഭാഷയിൽ, ഒരേ രീതിയിൽ ഇതെല്ലാവരും ആവർത്തിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഈ സന്ദേശം ഒരേ രീതിയിൽ എല്ലാവരിലേക്കും എത്തുമ്പോൾ അത് വിശ്വസനീയമാകുമെന്നതായിരുന്നു അവരുടെ കണക്ക് കൂട്ടൽ. അങ്ങനെ അവർ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകളുടെ വഴികളിൽ അവരുമായി സംസാരിക്കാനിരുന്നു. ആരെയെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ അവർക്കൊരു മുന്നറിയിപ്പ് എന്നോണം അവരോട് പറയും, നിങ്ങൾ മുഹമ്മദിനെ സൂക്ഷിക്കണം, അവനൊരു മാരണക്കാരനാണ്, അവൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. സഹോദരങ്ങളെ, ഇത് ഖുറൈശികളുടെ ഭയം കൊണ്ടുണ്ടായ ഒരു സമീപനമായിരുന്നു. ജനങ്ങൾ സത്യം കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഭയപ്പെടുത്തുക, ചിന്തിക്കാൻ അവസരം നൽകുന്നതിന് മുമ്പ് തന്നെ അവരെ സംശയത്തിലാക്കുക. ഖുറൈശികളുടെ ഈ ഒരു പ്രചാരണത്തിന് മുന്നിൽ നിന്നത് പ്രവാചകൻ്റെ കുടുംബക്കാരനായ അബൂലഹബായിരുന്നു. പ്രവാചകനുമായുള്ള ആ കുടുംബബന്ധം പോലും അയാളെ ഈ ഒരു കുപ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഈ അവസരത്തിൽ ഉക്കാള ചന്തയിലും ദുൽമിജന്നയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, ഞാൻ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതനാണ്. എന്നാൽ ഈ കാര്യം പറഞ്ഞ പ്രവാചകൻ്റെ പുറകെ നടന്നുകൊണ്ട് അബൂലഹബ് അവരോടെല്ലാം തിരിച്ചു പറയും, അവൻ മതം മാറിയവനാണ്, അവൻ നുണയനാണ്. സഹോദരങ്ങളെ, ഇതൊരു കുടുംബകലഹമല്ല, ഇത് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും നേർക്കുനേരെയുള്ള ഒരു ഏറ്റുമുട്ടലാണ്. എന്നാൽ ബന്ധവും ഗോത്രവും സാമൂഹിക പ്രതിഷ്ഠയുമൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിച്ച ആ സത്യത്തിൻ്റെ വിളിയെ തടഞ്ഞു നിർത്താൻ അവർക്ക് സാധിച്ചില്ല. അവർ തടയാൻ ശ്രമിച്ചതുകൊണ്ട് പ്രവാചകൻ്റെ ആ ഒരു ശബ്ദം അത് കൂടുതൽ ദൂരത്തേക്ക് പ്രചരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹജ്ജിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണ്? അറേബ്യ മുഴുവൻ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള വാർത്തകൾ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കുപ്രചരണം നടത്തിക്കൊണ്ട് പ്രവാചകനെ തടയാൻ ശ്രമിച്ചതിലൂടെ പ്രവാചകനെക്കുറിച്ചുള്ള സന്ദേശം വ്യാപിക്കാനാണ് അത് സാഹചര്യമുണ്ടാക്കിയത്. എന്നാൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അബൂ ത്വാലിബിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം വളരെ അസ്വസ്ഥനാക്കി, ആശങ്കയിലാക്കി. അറബികൾ മുഴുവനും മുഹമ്മദിന് നേരെ ഒരുമിച്ച് എഴുന്നേൽക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. സഹോദരങ്ങളെ, സത്യസന്ധമായ ഒരു കാര്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ വഴിയിൽ കുപ്രചരണങ്ങളും അപവാദങ്ങളും ഉയരുന്നത് ചരിത്രത്തിൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു നിയമമാണ്. സത്യം ശബ്ദമുയർത്തുമ്പോൾ അസത്യം അസ്വസ്ഥമാകും. കാരണം സത്യത്തിന് ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം ഇരുട്ടിനെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഇരുട്ട് ആദ്യം ചെയ്യുന്നത് ആ പ്രകാശം അണക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഇന്നും ലോകം അതേ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ആദ്യം ഇതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഭയപ്പെടുത്തും, പിന്നീട് വ്യക്തിത്വത്തെ കടന്നാക്രമിക്കും, അവസാനം യഥാർത്ഥ സന്ദേശത്തെ സമൂഹത്തിന് മുമ്പിൽ വളച്ചൊടിക്കും. അർത്ഥം മാറ്റി പശ്ചാത്തലം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ ചിത്രീകരണം നൽകിക്കൊണ്ട് അതിനെയെല്ലാം വികൃതമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാൽ സഹോദരങ്ങളെ, കാറ്റ് വീശിയാലും പർവ്വതങ്ങൾ ചലിക്കാത്തതുപോലെ പരീക്ഷണങ്ങൾ വന്നാലും സത്യസന്ധമായ കാര്യങ്ങൾ ഒരിക്കലും ചലിക്കുകയില്ല. ഒരാൾ അതിനെ അടച്ചാൽ മറ്റൊരാൾ അതിനെ തുറക്കുന്ന അവസ്ഥയുണ്ടാകും. ഒരാൾ അതിനെ മറച്ചു വച്ചാൽ മറ്റൊരാൾ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടാകും. ധാരാളം ചരിത്ര സംഭവങ്ങൾ ഈ ഒരു പ്രക്രിയക്ക് സാക്ഷിയാണ്. സത്യം സത്യമായി മനസ്സിലാക്കി അത് തിരിച്ചറിയാനും അത് സ്വീകരിക്കാനും അതിനായി ഉറച്ചു നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.